ശ്യാംരാജ്, ഒടുവിൽ ഈ വിവാദങ്ങളുടെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ അധികാരത്തിന്റെ ഇടനാഴികളിൽ കിടന്ന് പുളയ്ക്കുന്ന ഈ അവിഹിതമായി രാഷ്ട്രീയവും ഒപ്പം തന്നെ സമ്പത്തും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സഹായം വേണ്ടിവരുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ BJP-യിലേക്ക് എത്തിക്കാൻ അത്ര തരംതാണ അവസ്ഥയിലേക്ക് BJP-യുടെ രാഷ്ട്രീയ തന്ത്രം മാറിയത് നാട്ടുകാരറിഞ്ഞു എന്നുള്ളതാണോ ഈ വിവാദത്തിന്റെ എല്ലാം ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത്? ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നന്ദകുമാറും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും ഈ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറെയും പാർട്ടിയും പ്രതിസന്ധിയിലാക്കിയോ ശ്യാംരാജ്? വലിയ പ്രതിസന്ധിയൊന്നും ആയിട്ടില്ല അരുൺകുമാർ, അത് നിങ്ങളുടെ ഭാഷ്യമാണ്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇന്ത്യയിലൊട്ടാകെ രാഷ്ട്രീയ രംഗത്തുള്ളവർ, സിനിമാ രംഗത്തുള്ളവർ, മാധ്യമ രംഗത്തുള്ള മുഴുവൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ഞങ്ങൾ പോയി കാണുന്നുള്ള പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയട്ടെ ഈ ദല്ലാൽ നന്ദകുമാരോട്ടല്ല, നിങ്ങൾ പറയുന്ന ലോജിക്ക് വെച്ചിട്ടാണ് ഇയാൾക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അത് ഞങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് മേക്കിങ്ങിന് നോക്കുന്നുണ്ട്, ചില ആളുകളെ പാർട്ടിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊന്ന് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയും പല മിഷനാണ്. ഒരു വർഷം മുമ്പ് നിങ്ങളുടെ ഓപ്പറേഷൻ താമര കൂമ്പ് വാടിയപ്പോൾ ആ കൂമ്പ് വാടിയതിന്റെ ക്ഷീണം മറച്ചുവെക്കാൻ വേണ്ടി ഒടുവിൽ ഈ നന്ദകുമാറിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പുരപ്പുറത്തിരുന്ന് പറഞ്ഞ ഒരു അങ്ങാടിപ്പാട്ടായിട്ട് മാറി. ചീഞ്ഞളിഞ്ഞ വാർത്തയാണ് ശ്യാംരാജ്. നോക്കൂ, ദല്ലാൽ നന്ദകുമാറിനെ പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ നീക്കം നടത്തുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ മോദി ഗ്യാരണ്ടിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടി അധപ്പതിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ദയനീയമായ ഒരു അധപ്പതനം സംഭവിക്കാനുണ്ടോ ശ്യാംരാജ്? എന്ത് കൂമ്പ് വാടി എന്നാണ് അരുൺകുമാർ നിങ്ങൾ പറയുന്നത്? ഒന്ന് ആലോചിച്ചു, ഇന്ത്യയിലൊട്ടാകെ BJP-യിലേക്ക് വന്നിട്ടുള്ള നേതാക്കന്മാർ എത്രയാണ്? കേരളത്തിൽ തന്നെ AP അബ്ദുള്ളക്കുട്ടി വന്നിട്ടില്ലേ, CK പത്മനാഭൻ വന്നിട്ടില്ലേ? ഇത് കേരളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വരിക തന്നെ ചെയ്യും. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. അതിന് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഭാഷ ചമക്കേണ്ട ആവശ്യവുമില്ല. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഇപ്പൊ വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും CPM-ൽ നിന്നോ ഇടതുമുന്നണിയിൽ നിന്നോ അടർത്തി മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസിൽ നിന്ന് വിലയേറിയ മൂല്യമുള്ള ഒരു നേതാവിനെയും കേരളത്തിൽ നടത്തി മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. തുരുമ്പെടുത്തതും മാറ്റിയിട്ടതും ഈ പറയുന്ന ഒരു പഞ്ചായത്തിൽ നിന്ന് മത്സരിച്ചാൽ പോലും വിജയിക്കാൻ സാധ്യതയില്ലാത്തതുമായ നേതാക്കളെ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ ദല്ലാൽ നന്ദകുമാറിന്റെ പിന്നണിയിൽ വരുന്നത്. വന്നിരുന്ന് കാണാന്ന്, അതാണ് നോക്കിയിരുന്ന് കാണാന്നേ. നിങ്ങൾക്ക് എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ മക്കളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അരുൺകുമാർ പോകുന്നത്? നിങ്ങൾ ദല്ലാൽ നന്ദകുമാറിനോടൊപ്പം ഈ പറയുന്ന മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നതുകൊണ്ടാണ്. ദല്ലാൽ നന്ദകുമാറിനെ ഉപയോഗിച്ച് മനുഷ്യക്കടത്ത് നടത്താൻ ശ്രമിച്ചു നിങ്ങൾ. K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് അരുൺകുമാറെ? നിങ്ങളവിടെ നിൽക്കൂ. ഞാൻ പറയട്ടെ, K. സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളതാണ് 1 ജൂൺ 4 കഴിഞ്ഞോട്ടെ. ഞങ്ങളങ്ങനെ ഒരുപാട് പറയുന്ന കേട്ടു. K. സുരേന്ദ്രൻ പെട്രോളിന് ലിറ്ററിന് 50 രൂപയാക്കി തരുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞിട്ട് 2 പതിറ്റാണ്ടായി. 1/2 ലിറ്ററിന് ഇപ്പൊ കിട്ടും 50 രൂപ. അങ്ങനെ K. സുരേന്ദ്രൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ശ്യാംരാജെ, ഒറ്റ കാര്യം കേരളത്തിന് ചുമതലയുള്ള പ്രഭാരിയായ മുൻ കേന്ദ്രമന്ത്രിയായ പ്രകാശ് ജാവദേക്കറിന് കേരളത്തിലെ ഒരു നേതാവിനെ കണ്ട് സംസാരിക്കാൻ ദല്ലാൽ നന്ദകുമാറിന്റെ മധ്യസ്ഥത വേണോ? ഒരു പാർട്ടിക്ക് ദല്ലാൽ നന്ദകുമാറിനെ വേണോ എന്നതാണ് ചോദ്യം. നിങ്ങളുടെ ബന്ധം ദല്ലാൽ നന്ദകുമാറുമായിട്ടാണെന്നതാണ് വിഷയം. അതിലോട്ട് ഞാൻ വരാം. ഇവിടെ അവിടെ നിൽക്കൂ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ K. സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. വരാൻ പോകുന്ന 5 കൊല്ലത്തേക്ക് വില കൂടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞില്ലേ? ആ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിലേക്ക് ബുക്ക് എഴുതിക്കൊണ്ട് അരുൺകുമാർ പോയിട്ടില്ലേ? 5 വർഷം കേരളത്തിൽ ഒരു വിലയും കൂടിയില്ല. 2014 മുതൽ 2019, 2016 മുതൽ 2021 വരെയുള്ള 5 വർഷക്കാലം ഒരു വിലയും കൂടിയില്ല. 7.5 വർഷം കഴിഞ്ഞാണ് സിവിൽ സപ്ലൈസിൽ സാധനങ്ങൾ വില കൂടുന്നത്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫാക്ട്സ് ആയിട്ട് നമ്മൾ പറയണം. ശ്യാംരാജ് ഇപ്പോൾ പറഞ്ഞത് മനസ്സിലാക്കുന്നു. അതിന് ഹസ്കലാണ് മറുപടി പറയുന്നത്. ഇനിയും ആളുകൾ ധാരാളം BJP-യിലേക്ക് വരാൻ പോകുന്നു എന്നാണ്.